എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ സ്പിതി വാലി പോയി വന്നതിന് ശേഷം കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഹരിദ്വാർ പോകണമെന്നുള്ളത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, നാളെ രാവിലെ ഹരിദ്വാർ പോകാമെന്ന്. അങ്ങനെ രാത്രി ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് രാവിലെ ഒരു 6:30 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. 6:30 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ നമുക്ക് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൈ പിടിച്ച് ഞങ്ങൾ ഒരു 6:45 7 മണിയായപ്പോഴേക്കും ഇറങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം നമ്മൾ വീഡിയോ കൂടെ കാണാം. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. स्टेज भी करना पड़ेगा ऊपर. ഞങ്ങൾ 2.5 മണിക്കൂർ കൊണ്ട് 4.5 മണിക്കൂർ കൊണ്ട് ഹരിദ്വാർ അയ്യപ്പ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് വന്നുകൊണ്ട് വരുള്ളൂ. ജയ് ജയ് ഞങ്ങൾ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഉച്ച ഒരു 12:30 ആയപ്പോൾ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്നല്ല, ഹരിദ്വാർ എത്തി. ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് കിടന്നു. പിന്നെ എനിക്കിപ്പോൾ 6 മണി കഴിഞ്ഞു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ എല്ലാ കടകളൊക്കെ അടുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് പുറത്ത് വന്നിട്ടുണ്ട്. ചായ പോലും കിട്ടിയില്ല. ഇതാണ് നമ്മുടെ അയ്യപ്പ മന്ദിർ. ഞാൻ 2005 ഡൽഹി വന്നപ്പോൾ ഇവിടെ എല്ലാ വർഷവും മുടങ്ങാൻ ജനപക്ഷെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ 20 ഈ അമ്പലത്തിൽ കഥകളി, ഡാൻസും എന്ന് വേണ്ട എല്ലാ പരിപാടിയായിട്ട് പാടാനായിട്ട് ഞാനിവിടെ എല്ലാ വർഷവും വരാം. അങ്ങനെ ഇവിടെ വന്ന ഈ അമ്പലത്തിലാണ് താമസം. എല്ലാം നമുക്ക് ഫുഡ് എല്ലാം അവർ അമ്പലം പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ശിവമൂർത്തി ചൗക്കിൻ്റെ അവിടെ നേരെ കയറി വന്നാൽ ഒരു 300 മീറ്ററിനടുത്താണ് നമ്മുടെ സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് നേരെ പോയാൽ ഗംഗയിലേക്ക് എത്തും. കുളിക്കുന്ന സ്ഥലത്ത് അവിടെയാണ് നമ്മൾ ഹരിഗോവിന്ദൻ്റെ മൂടെല്ലാം മഴ തുടങ്ങി. അതേ വർഷം ഈ വെച്ചാണ് നമ്മുടെ ടെമ്പിൾ ചൗണ്ടർ. അത് എല്ലാം റൂമും AC ആക്കിയൊരു അത് കഴിഞ്ഞിപ്പോൾ ഒരു ലിഫ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോരാച്ചിയുടെ സ്ഥലത്തോ ലിഫ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം വരുമ്പോൾ ആൾക്കാരുണ്ടോ മണ്ഡലകാലം എന്ന് വിചാരിക്കും ഇവിടെ ഇന്ത്യക്കാർ മാത്രം ഉണ്ടാവും. പക്ഷേ നിറച്ച് മലയാളികളായിരിക്കും കഥകളി കാണാനും എല്ലാം. നമ്മളിവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചു ഡിന്നർ കഴിഞ്ഞ് നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയില്ല. നാളെ പോയിട്ട് നമ്മളിവിടെ കസ്റ്റമർ നിൽക്കുന്നുണ്ട്. നമ്മൾ അത് പോകണം, അത് കഴിഞ്ഞ് പോകണം, പിന്നെ ആരതി കാണാൻ പോകണം വൈകുന്നേരം. അങ്ങനെയാണ് കുറവ് പ്ലാനുകളായിട്ട് നമ്മൾ വന്നിട്ടില്ല. അതെല്ലാം കിടക്കുന്നു. ഇതാണ് നമുക്ക് നടന്നു.
താമസിക്കുന്ന അമ്പലത്തിൻ്റെ അവിടെ നടക്കാനുള്ള വഴിയുള്ളൂ ഇവിടേക്ക്. ഇതല്ല ശരിക്കും മെയിൻ കേക്ക് വേറെ സ്ഥലത്താണ്, അപ്പുറത്തെ സൈഡിലാണ്. ഇതിൻ്റെ ഒരു കൈവേരി മാത്രമേ ഉള്ളൂ. വാ ഇതൊക്കെയാണ് ഗംഗയിലെ പരിപാടികൾ. ഇവിടെ ആൾക്കാർ കുളിക്കുന്നു, ഗംഗ നിറഞ്ഞൊഴുകുന്നു. ഭയങ്കര തിരക്ക്. ഇവിടെയാണ് നമ്മുടെ ഗംഗ ആരതി നടക്കുന്ന സ്ഥലം. ഒരു അപ്പുറത്തെ സൈഡിലിട്ട് കുറേ മാർക്കറ്റ്. ഇവിടെ മാർക്കറ്റ് വെച്ചാൽ ഗംഭീര മാർക്കറ്റ്. വാ അമ്പലങ്ങളുടെ ശരിക്കും കൂമ്പാരമാണ് ഹരിദ്വാർത്തിയിൽ. ഗംഗയുടെ തീരത്ത് നമ്മളറിയാത്ത പേര് വരെ ഉണ്ട് ഇവിടെ. നമ്മളറിയാത്ത പേരിൽ വരെ അമ്പലങ്ങൾ. വണ്ടി കളി കണ്ടി മാടി എന്നൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നല്ല അമ്പല. ഇതിനുള്ളിലൊരു 10-15 അമ്പലം ഉണ്ടാവും. ഞങ്ങള് ഇന്നലെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ ഒന്ന് എന്താ പറയാ കുളിച്ച് അമ്പലത്തിൽ തൊഴുത് ജസ്റ്റ് ഒന്ന് മനസാദേവിയുടെ അവിടെ വരെ പോയി ആ മാർക്കറ്റ് എല്ലാം നടന്ന് തിരിച്ച് വീട്ടിലല്ല അമ്പലത്തിലെത്തി ഭക്ഷണം കഴിച്ച് ഇനിയിപ്പോൾ ആദ്യം ഗംഗയിലേക്ക് പോകാം. ഗംഗയിലേക്ക് പോകുമ്പോൾ പുറത്തുള്ള കടകളും അമ്പലങ്ങളും ആശ്രമങ്ങളും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഗംഗയിൽ കുളിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കുളി നടക്കില്ല, രാവിലെ ഭയങ്കര തണുപ്പാണ്, നല്ല വെയിലുണ്ട്. അപ്പം അത് കാരണം നമ്മൾ ഇപ്പം എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ കുറച്ച് നല്ല ചൂടുള്ള കാരണം പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ ഗംഗയിലെ തണുപ്പ് രാവിലത്തെ ഒരു ചെറിയ തണുപ്പുണ്ടല്ലോ, ആകെ മരവിച്ചു അമ്മയൊരു വരികയാണ്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ച് അമ്പലങ്ങളാണ്. അമ്പലങ്ങളെന്ന് വെച്ചാൽ ഇത് ഹോട്ടലാണ്. താഴെ അമ്പലവും മേളിൽ ആശ്രമം പോലെ. ഷൈറോട്ട. ഇവിടെ വേറൊരു ഗുണം വെച്ചാൽ തുണിക്ക് വില കുറവാണ്. തുണിക്ക് നമ്മൾ ഡൽഹിയിൽ നിന്ന് 50 രൂപ 500 രൂപയ്ക്ക് മേടിക്കുന്നത് അവിടെ 150 രൂപയാണ് ഉള്ളൂ.
അപ്പോൾ ഭയങ്കര വില കുറവല്ലേ ശരിക്കും, ഭയങ്കര വില കുറവാണ്. കണ്ടവർക്ക് ഇത്ര രൂപ. നമ്മുടെ നാട്ടിലൊരു ബാർബർ ഷോപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര സ്പേസ് ഉണ്ടായാലും തികയില്ല. സ്പേസ് ഇല്ല പറയും. ഇതൊക്കെ ആശ്രമങ്ങളാണ്. മോദി ഭവൻ. ഇവിടെ ആൾക്കാർ ഇവിടെയൊക്കെ ഈ റിക്ഷയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഈ റിക്ഷ വെച്ചാൽ 20 രൂപയാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് അവിടെ നിന്ന് മനസ്സാദേവി പോയിട്ട് അവിടെ നിന്ന് വരുമ്പോൾ പെട്ടെന്നൊന്ന് റൂമിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ ഒരു റിക്ഷക്കാരനോട് ചോദിച്ചപ്പോൾ 500 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അവിടെ ഇട്ടോ, ഞങ്ങൾ ഇതൊരു ഹോട്ടലാണ്. അവിടെ ഇട്ടോളം പറഞ്ഞു. ഞങ്ങളപ്പോൾ അങ്ങനെ നടന്നിങ്ങോട്ട് പോകുന്നു. നടന്നൊരു 10-15-20 മിനിറ്റോളം നടക്കേണ്ടി വന്നിട്ടാ. രാവിലെ ഞങ്ങളൊരു 8 മണിക്ക് നടക്കൽ തുടങ്ങിയിട്ട് റൂമിലെത്തുമ്പോൾ 11:30 മണിയായി. എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. എൻ്റെ ജാനം കണ്ട, ഞാൻ കുളിക്കാൻ വേണ്ടി തൊപ്പി വെച്ചിട്ട് കുളിക്കാൻ പോണേ. തൊപ്പി ക്രിക്കറ്റ് കളിക്കാർ വരുന്നുണ്ട്. ഇന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു, രാവിലെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരിക. ഇതിൻ്റെ ഗംഗയുടെ തീരാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഗംഗയാണുള്ളത്. ഈ റിക്ഷക്കാരന് ഇവിടെ നടക്കാൻ വയ്യ. ജനങ്ങളെക്കാളും കൂടുതൽ ഈ റിക്ഷയാണ്. ഇവിടെ ഇതിനുള്ളിൽ കിടക്കാൻ നോക്കിയാൽ ഗംഗ കാണാം. അങ്ങറ്റത്ത് ഗംഗ. ഗംഗയിൽ പോകുന്ന ആൾക്കാരായിരിക്കും അതൊക്കെ. നമ്മളപ്പുറത്തെ സൈഡിൽ പോയി വന്ന് വെക്കും. അവിടെ വെച്ചാൽ കുറച്ച് ഓപ്പണായിട്ട് കിടക്കുന്ന കഥ. അപ്പം അവിടെ പോകുന്നു. ഇവിടുത്തെ നാട്ടിൽ സൗത്ത് ഇന്ത്യയിലുണ്ട്. മസാല ദോശ, ഇഡലി പടത്തിൽ കാണാൻ നല്ലതാണ്. പക്ഷേ വാങ്ങിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അവരുടെ ആ ഒരു ഉണ്ടാക്കൽ. എല്ലാവരും കുഴപ്പമില്ല. VIP ആണ്. ഇതറിയും VIP ഉണ്ട്. വേറെ VIP ഇടുന്നുണ്ട്. ഈ റോഡ് തറയുണ്ട്. ഇവിടെയൊക്കെ പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇവിടെ. സീസണാണ് ഇവിടെ. നമുക്ക് രാവിലെ ഒന്നും നടക്കാനും സ്പേസ് ഉണ്ടായിട്ടില്ല. വേണ്ട, തണുപ്പിന് ചൂടാണെങ്കിലും ഇവിടുത്തെ ചൂടിനേക്കാളും കൂടുതൽ തണുപ്പിൻ്റെ വസ്ത്രങ്ങളാണ് കിട്ടണം. ഇതിൽ നോക്കിയാലും ഗംഗ വേണം. അതേ ഗംഗ കണ്ട. പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ കഴിക്കും. എന്താ പറയുക, ഉണ്ടാക്കി വെച്ചേക്കണ സാധനം കണ്ടാൽ നമ്മൾ കഴിക്കില്ല. കാണാൻ ഭംഗിയൊക്കെ ഇട്ടല്ലേ. നല്ല അടിപൊളി ഡിസ്പ്ലേ ഒക്കെ വെച്ചാൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ സ്റ്റാൻഡിൽ വെച്ചിരിക്കുക. മട്ടി കണ്ടിരിക്കണ്ട. പൂരി കണ്ട. ബട്ടൂര. പിന്നെ പൂരി സാധനങ്ങളൊക്കെ കൂടുതൽ. അത് തോന്നി വില പറയും. അങ്ങനെയൊക്കെ. ഇവിടെ വന്നാൽ ഈ ചൂടത്ത് തണുപ്പിൻ്റെ തുണി വാങ്ങി പോവാം. അങ്ങനെ ഗംഭീര വിലയില്ല കേട്ടോ. നമ്മൾ തണുപ്പ് സമയത്ത് വരുമ്പോൾ ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. ഇതിലിപ്പോൾ 100 രൂപ. നമ്മുടെ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന മങ്കി കാപ്പ് 150 രൂപ 180 രൂപയൊക്കെ മേടിക്കുമ്പോൾ ഇവിടെ 60 രൂപ 80 രൂപയൊക്കെ വാങ്ങുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇത് വിലക്കുറവുണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ഗംഗയുടെ കൈകളാണ്. ഐശ്വര്യക്ക് വെള്ളം വരുന്ന സമയം ചിലപ്പോൾ ഒരു ഇതൊക്കെ നിറയേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല. മഴക്കാലം തുടങ്ങിയതൊക്കെ ഇവിടെ ഒക്കെ നിറയും. എല്ലാം നിറയും.
ഇതുണ്ട് ഒരു ശിവലിംഗത്തിൻ്റെ വര, ഒരു ശൂലം കണ്ട. അവിടെ വേണ്ടേ? ഇതെല്ലാം ഓപ്പോസിറ്റ് സൈഡിൽ ഫുൾ അമ്പലമാണ്. അമ്പലം എന്ന് പറയേണ്ട ടെമ്പിൾ കോംപ്ലക്സ് ഇതല്ല. മഹാമണ്ഡലേശ്വർ ശ്രീ ശരിക്കും ബിസിനസ് നടക്കുന്നത് ഇവിടെയാണ്. ശരിക്കും എന്താ വെച്ചാൽ ബക്കറ്റിൽ മറ്റേ വെള്ള പെയിൻറ്റ് കലക്കിയിട്ട് അതിൽ 2 റോസസ് കൂട്ടിട്ട് പാലാന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ചില നാടോടി സ്ത്രീകൾ 10 രൂപ വെച്ച് മേടിക്കായിരുന്നു. പക്ഷേ നല്ല കണ്ടാ അവിടെ നോക്ക്. അങ്ങനെ പിടിക്കാനുള്ള സാധനം ഇട്ടിട്ടില്ലേ അവർ? കണ്ട ഇങ്ങനെ പിടിക്കാനുള്ള സാധനം ഉണ്ട്. അപ്പുറത്ത് ഇല്ലല്ലോ. കണ്ട എവിടെയുണ്ട്? ഗംഗാജലമാണിത്, ഗംഗാജലം. എടി മദാമേ, അച്ഛയുടെ മദാമേ, എവിടെയും നീ ഓടിക്കാറേ? ഭയങ്കര തിരക്ക് ഇവിടെ. ഇവിടെ ഷൂട്ടിങ് നടക്കണ്ടായിരുന്നു. അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. ഗംഗാതീരം ശരിക്കും വളരെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നോർത്ത് ആൾക്കാരെല്ലാവരും കൂടിയിട്ട്. എവിടേക്ക്? അങ്ങോട്ട് തന്നെ ദൂരത്തേക്ക് പോകണമെന്നില്ല. വെള്ളം നിറയ്ക്കുന്ന കാര്യങ്ങളാണ്. ഗംഗ രാവിലെ ഒന്ന് ഞാൻ അപ്പുറത്ത് വീഡിയോ എടുത്തതുകൊണ്ട് ഗംഗാതീരം. എല്ലാം കാണിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും തുണിയിലാണ്ട് കുളിക്കുന്നത് തന്നെ. ഈ മേളിൽ കാണുന്നതാണ് മനസ്സദേവിയുടെ അമ്പലം. അവിടേക്ക് നമുക്ക് റോപ്പിൽ പോകണം. റോപ്പിൽ പോയിട്ടാണ് നമ്മൾ കണ്ട ആൾക്കാർ അവിടെ റോപ്പ് പോകണ്ട. അവിടെ കയറി പോകണണ്ട. റോപ്പിൽ പോകണം. എന്നിട്ട് അവിടെ ഭയങ്കര തിരക്കാണ്. ഇന്നൊന്നും അവിടെ കയറാനും പറ്റേയില്ല എന്ന് പറഞ്ഞത്. അമ്മാതിരി തിരക്കാണ്. ഇതുണ്ട് എല്ലാവരും ഒരു ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഗംഗാസ്നാനമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. എല്ലാവരും കുടിക്കുന്നത് തൊപ്പിക്കാരുണ്ട്. ക്രിക്കറ്റ് കളിക്കാർ അടുത്ത തൊപ്പിക്കാരി അവിടെ ലഹളത്തിന്. അത് ഗംഗാജലം എടുത്തിട്ട് അത് ആരും പിടിക്കാൻ പാടില്ല എന്നിട്ടാണ് കുഴപ്പം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫുള്ള് ബിസിനസ്സാണ്. അയ്യോ, ഇവിടൊക്കെ ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ? ഭയങ്കര തിരക്കാ. നമ്മള് എന്താ പറയാ, 4 മണിക്ക് റെഡി ആയി തുടങ്ങിയതാ. 5:30 ഞങ്ങൾ ഇറങ്ങിയുള്ളൂ. അപ്പോഴേക്കും ഇവിടെ ആൾക്കാർ നിറഞ്ഞു. 6 കാലമാകുമ്പോഴേക്കും ഇവിടെ നമുക്ക് ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകും ആൾക്കാർ. അവിടുന്ന് എല്ലാവരും നമ്മളെ പോലെ തന്നെ റെഡി സമയം പോയ ആൾക്കാരുണ്ടാവും. ബ്രിഡ്ജിൽ കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ടോ.
बैठ गए मैं क्या पता आपने कुछ ऐसे बताओ एक पूजा में है जी बोलो स्वीकार हैप्पीली करो बोलो श्री गंगा दिव्यो नमः बहन पति की चोट स्वस्थ रहो निरोगी रहो अखंड सौभाग्यवती हो आशीर्वाद तो दो आशीर्वाद में कंजूसी कर रहे हैं आशीर्वाद में कंजूसी कर रहे हैं कैसे करो हाथ इधर लगाओ आप बोलेंगे बोलो ओम इदम फलम माया देवी स्थापितम माँ गंगा हर की कोड़ी खड़ा मनोकामना मांग के हर की पौड़ी ब्रह्म कुंड पर आज गंगा मैया की साक्षी में संकल्प लेते हैं कि पतित पावनी माँ गंगा के जल की पवित्रता एवं निर्मलता बनाए रखने हेतु गंगा जल को प्रदूषित नहीं करेंगे। मन गंगे मैया नमः सजीवरंधराभ्यां नमः इष्टदेवताभ्यो नमः ग्रामदेवताभ्यो नमः वासुदेवताभ्यो नमः सर्वेभ्यो ब्राह्मणेभ्यो नमः श्री गंगा भागीरथी दिव्यै नमः विघ्नस्तु विनायकं गुरुं भानु ब्रह्म विष्णु महेश्वरा विघ्नवल्ली कुठाराय श्रीमन्महागणाधिपतये संकल्प साक्षात् जलहिरण्यं गृहीत्वा ओम विष्णवे नमः ओम विष्णवे नमः ओम विष्णवे नमः। आइए हम सभी मिलकर कुछ क्षणों के लिए एकाग्र चित्त होकर माँ गंगा का नाम संकीर्तन करें। हर हर गंगे हर हर गंगे हर हर गंगे हर हर गंगे पतित पावनी मोक्षदायिनी पाप नाशिनी संकट हरिणी मंगल करणी हर हर गंगे प्रेम से बोलो सब मिल बोलो जोर से बोलो हर हर शंकर हर हर शंकर हर हर शंकर पार्वती पति शिव शंकर पार्वती पति शिव शंकर हर हर शंकर शिव शंकर हर हर शंकर शिव शंकर हर हर गंगे हर हर गंगे हर हर गंगे हर हर गंगे पतित पावनी मोक्षदायिनी पाप नाशिनी संकट
बोलो श्री गंगे मैया की जय। श्री गंगे मैया की जय। श्री गंगे मैया की जय। ഈ സ്വാമിയാരാണ് നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു. ആ തലക്കെട്ടുള്ള ആള് മന്ത്രിയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലുള്ള ഒരാളാണ് മൂപ്പര്. കണ്ടോ, ഗംഗയുടെ ആ ബ്രിഡ്ജ് രാമന്റെ വില്ല് പോലെയാണ് ഇവർ ഉണ്ടാക്കിയിട്ടത്. ഓക്കെ, ഇത് ഭംഗിയല്ലേ, നല്ല ഭംഗിയില്ലേ? രാത്രി വ്യൂ, പകലത്തെ വ്യൂ ഉണ്ട്, രാത്രിത്തെ വ്യൂ ഉണ്ട്. ഗംഗയുടെ രണ്ട് സൈഡ് കാണിക്കാം. കണ്ടോ, അടിപൊളിയല്ലേ? അതിൻ്റെ അപ്പുറത്തൊരു ശിവൻ നിൽക്കുന്നു, പക്ഷെ അത് തെളിഞ്ഞ് കാണുന്നില്ല. കേട്ടോ, അങ്ങനെ ഗംഗയില് രണ്ടാമത്തെ ദിവസത്തെ കുളി കഴിഞ്ഞിതേ ഇവിടെ ആ മറ്റേ സാധനം ഒരുക്കുന്നു. അങ്ങനെ നമ്മൾ മിനിഞ്ഞാന്ന് വന്നു. ഇന്നലെ ഗംഗയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആരതിയെല്ലാം കണ്ട് ഗംഗയിൽ പോയി കുളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 മണിക്ക് കുളിക്കാൻ ചെന്നിട്ട് 4:30 മണി വരെ കുളിച്ചു. 4:30 മണി വരെ കുളിക്കേണ്ടി വന്നു ആ തണുത്ത വെള്ളത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോളില്ലേ ജാനി, അവള് വെള്ളത്തിൽ നിന്ന് കയറിയാലേ നമുക്ക് പോരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2-2.5 മണിക്കൂറോളം ആ തണുത്ത ഗംഗയിൽ കുളിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നും കുളി ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഇറങ്ങാം വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം വന്ന് വീണ്ടും ഗംഗയിൽ ഒരു 10 മണിയായപ്പോൾ വന്ന് കുളിച്ച് റെഡിയായി എല്ലാവരും കൂടി ഇറങ്ങി. ഇനി നേരെ ഡൽഹി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.